നമസ്കാരം. നമ്മൾ ബിസിനസ് തുടങ്ങുക എപ്പോഴും നമ്മൾ പ്രൊപ്പറേറ്ററി ബിസിനസ്സോ പാർട്ട്ണർഷിപ്പോ തുടങ്ങുന്ന കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ഉള്ളത് കമ്പനിയായിട്ട് തുടങ്ങാം. അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പറയാനുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഫണ്ടിങ്ങിൻ്റെ ആവശ്യം വരികയോ ആൾക്കാർ ചേർക്കുകയോ സ്വല്പം കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് കമ്പനിയാണ് എപ്പോഴും നല്ലത്. ഗവൺമെൻറ് ഫണ്ട് സ്വീകരിക്കാനായിട്ടോ പുറത്തുനിന്ന് എടുക്കാനോ എബ്രോഡിൽ നിന്ന് എടുക്കാനോ ഒക്കെ നമുക്ക് എല്ലാം കൊണ്ട് സൗകര്യമുള്ളത് യു ബിലീവ് ഇൻ ദാറ്റ് കമ്പനിയായിട്ട് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ കമ്പനി നിയമം ഇന്ത്യയിലെ 2013 കമ്പനി നിയമം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടാണ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ 4 പേരോ 5 പേരോ 8 പേരോ 12 പേരോ ചേർന്നൊരു കമ്പനി നമ്മൾ ഉണ്ടാക്കി ചെയ്യുവാണെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ആർക്കും കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. മറ്റൊരു എപ്പോഴും അവിടുത്തെ സെയിൽസ് എടുക്കുന്നത് അല്ലെങ്കിൽ റവന്യൂ വരുന്നതെല്ലാം അക്കൗണ്ടിൽ കൂടെ വരിക. അതുപോലെ തന്നെ നമ്മുടെ പുറത്തേക്കുള്ള പോകുന്നത് മുഴുവനും അക്കൗണ്ടിൽ കൂടെ മാത്രം പോവുക. ഇൻവെസ്റ്റ്മെൻറ്റ് വ്യക്തിപരമായിട്ടുള്ളതിൽ വാങ്ങിക്കാതെ ക്യാഷായിട്ടും വാങ്ങിക്കാതെ എപ്പോഴും കമ്പനി തുടങ്ങി കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുക. അപ്പോൾ എത്ര പേര് ചേർന്നാലും ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കുന്നത് നമ്മൾ കമ്പനിയുടെ പേരിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതും കമ്പനി അക്കൗണ്ടിൽ കൂടെ തന്നെ പോകണം. ഒരു ക്യാഷ് ഡീലിങ്സും നമ്മൾ ചെയ്യരുത്. 100% നമ്മൾ സേഫാണ്. തന്നെ നമ്മൾ അവിടെ ഇല്ലെങ്കിലും രാജ്യത്തില്ലെങ്കിലും പിന്നീടാണെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞാലും എല്ലാം. അപ്പം എപ്പോഴും ഈ ഒരു കാര്യം ഓർക്കുക. കമ്പനി തുടങ്ങി രജിസ്റ്റർ ചെയ്ത് എല്ലാം ശരിയാക്കിയതിന് ശേഷം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ടിനകത്തോട്ട് നിങ്ങളും ആ അക്കൗണ്ടിനകത്തോട്ട് പൈസ ഇടുക ചെയ്യേണ്ടത്. സാധനം വാങ്ങിക്കാൻ നേരിട്ട് കൊടുക്കരുത്. ഒരു സാധനത്തിന് നേരിട്ട് കൊടുക്കരുത്. ആദ്യം ഇതിൽ വന്നതിന് ശേഷം വേണം പോകാനായിട്ട്. അതുപോലെ കമ്പനിയിൽ വരുന്ന അന്നന്ന് വരുന്ന പൈസ ക്യാഷ് ആയിട്ട് വന്നാലോ ക്രെഡിറ്റ് കാർഡായിട്ട് വന്നാലോ ഗൂഗിൾ പേയിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ പോയതിന് ശേഷം മാത്രമേ. അപ്പോൾ നമുക്ക് ഒരു 25,000 രൂപയുടെ അത്യാവശ്യം ഉണ്ടായി, ഉടനെ തന്നെ നമ്മൾ അവിടെ ക്യാഷ് ഉണ്ടാക്കി ക്യാഷ് എടുത്ത് കൊടുക്കാൻ പാടില്ല. അത് ചെയ്യാനേ പാടില്ല. അത് അടുത്ത ദിവസം ബാങ്കിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ബാങ്കിൽ കിടക്കുന്നതിൽ നിന്ന് നമുക്ക് ചെക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു ബാങ്കിങ് ഹാബിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് എപ്പോഴും കൂടുതൽ ഫണ്ട് കിട്ടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പം 10-12 പേര് തുടങ്ങിയ കമ്പനിയാണെങ്കിലും ഒരു പൈസ പോലും നഷ്ടം വരാതെ നമ്പർ 2 ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നടക്കത്തില്ല. ലോകത്തിൽ ഒരിടത്തും നടക്കത്തില്ല. അതിനകത്തൊരു ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റാരൊക്കെ അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ നമ്മുടെ ഇത് ഒന്നിച്ച് ക്യാഷായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിനെ നമ്മൾ അറസ്റ്റ് ചെയ്യുക. ലോക്കൽ പോലീസിന് ഒരു പക്ഷേ നമുക്ക് ജാമ്യം കിട്ടിയെന്ന് വരത്തില്ല. അത് പിന്നെ ഈ പറഞ്ഞ പോലെ NIAയുടെ കയ്യിലോട്ട് വേണേൽ പോകാം. അവിടെ കിടന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കേസെല്ലാം നമ്മുടെ തലയിൽ വരും. അതൊന്നും ചിന്തിക്കണ്ട. എപ്പോഴും അക്കൗണ്ടിൽ കൂടെ തന്നെ ചെയ്യുക. ഇനി അക്കൗണ്ടിൽ കൂടെ നമ്മൾ ചെയ്തു, നമ്മൾ ആരും ആയിക്കോട്ടെ. അപ്പം നമ്മുടെ അവിടെ മാനേജിങ് ഡയറക്ടറായി നിങ്ങളുടെ ഒരു ഡയറക്ടർ ഇൻചാർജാണ്. അപ്പോൾ ആ ഈ കാശൊക്കെ വാങ്ങിച്ച് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച്, ഇന്ന് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നമ്മൾ മാർച്ച് 31 വരെ നടത്തുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് മെയ് ജൂൺ ആദ്യം ആകുന്നതോടുകൂടി നമുക്ക് GST സ്റ്റേറ്റ്മെൻറ്റും ബാങ്കിൽ നിന്നുള്ള ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം നമുക്ക് കിട്ടും. അതുമെല്ലാം റിക്കൺസൈൽ ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിക്കണം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പിന്നെ സെപ്റ്റംബർ 30 എന്തെങ്കിലും അതിനകത്ത് പിഴവോ മിസ്റ്റേക്കൊക്കെ ഉണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്ത് നിയമപരമായിട്ട് സർക്കാരിന് അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിലാക്കിയതിന് ശേഷം അത് MCA മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ സമയത്തിനകത്ത് അപ്ലോഡ് ചെയ്തതിലെ ശിക്ഷയുണ്ട്. അപ്പം ദിവസം പ്രതിയാണ് ശിക്ഷ. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 30 നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഗവൺമെൻറ് എല്ലാ കമ്പനികളെയും കൺട്രോൾ ചെയ്യുന്നത് അതിനകത്തുള്ള മുഴുവൻ പാർട്ട്നേഴ്സിനെ അഥവാ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളാണെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് സേഫാണോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സേഫാണോ, നിങ്ങൾക്കൊരു ആങ്സൈറ്റി ഉണ്ട്. ഈ ഡയറക്ടേഴ്സ് കള്ളക്കണക്ക് കാണിക്കുമോ, മോശമായിട്ട് എഴുതി നമ്മളെ പറ്റിക്കുമോ എന്നൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്താലും വേറുള്ളവർ ചെയ്താലും ആര് ചെയ്താലും അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതാണ്. ഞാനപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഈ കള്ളക്കണക്ക് എഴുതുകയോ കമ്പനിയെ പറ്റിക്കുകയോ, ഇപ്പം നിങ്ങളുടെ സ്വന്തം കമ്പനിയെ നിങ്ങൾ പറ്റിച്ചാലും നിങ്ങൾക്കെതിരെ കേസ് നിൽക്കും. ഒരാൾ പരാതി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ വരുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനി നിയമം അനുസരിച്ച് കമ്പനീസ് ആക്ട് സെക്ഷൻ 447 447 അനുസരിച്ച് ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മിസ്റെപ്രസെൻറ്റേഷൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളക്കണക്കുകൾ എഴുതി അതിൽ നിന്ന് റോങ്ഫുൾ ഗെയിൻ ആളെടുക്കുകയും കമ്പനിക്ക് റോങ്ഫുൾ ലോസ് വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് നല്ല പണിഷ്മെൻറ്റാണ്. അപ്പോൾ 10 years വരെ പണിഷ്മെൻറ്റ് വരും. 6 മാസം മുതൽ 10 വർഷം വരെ
നമുക്ക് ഇംപ്രിസൺമെൻറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഫ്രോഡൊക്കെ വരുവാണെങ്കിൽ, പബ്ലിക്കിന് താല്പര്യമുള്ള മേഖലയിലും കൂടി ആണെങ്കിൽ, അപ്പോൾ മിനിമം ഇംപ്രിസൺമെൻറ്റ് പറയുന്നുണ്ട് 448 കമ്പനീസ് ആക്ടിനകത്ത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അതായത് നമ്മൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൊടുക്കുന്ന ആ കണക്ക് തെറ്റാണ്, അതും പ്രകാരം നോക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഫോൾസ് റിട്ടേൺസ് വരുവാണെങ്കിൽ, റിപ്പോർട്ട്സ് വന്നാൽ, ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 447 അനുസരിച്ചുള്ള ശിക്ഷയാണ്. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് സെക്ഷൻ 449 അനുസരിച്ച് ഫോൾസ് എവിഡൻസ് കൊടുക്കുകയാണ്. ഫോൾസ് എവിഡൻസ് പ്രത്യേകിച്ചും NCLT-യുടെ മുന്നിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ പിന്നെ കമ്പനിയിലോ ട്രൈബ്യൂണലൊക്കെ ഉണ്ട്, അവിടെ കൊടുക്കുകയാണെങ്കിൽ 7 വർഷം വരെയാണ് ശിക്ഷ, 10 ലക്ഷം രൂപ ഫൈനും വരും. പിന്നെ ഫാൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, കള്ളക്കണക്ക് എഴുതി കഴിഞ്ഞാൽ നല്ല ശിക്ഷയാണ് കമ്പനീസ് ആക്ട് വെച്ചിട്ട്, സെക്ഷൻ 128, 129. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട് നല്ല ഭംഗിയായിട്ട്, അപ്പോൾ അവിടെ അക്കൗണ്ടൻറ്റിനും പ്രശ്നമാണ്, സ്റ്റാഫിനും പ്രശ്നമാണ്. നിങ്ങൾ കാണുന്ന ഒരു സ്റ്റാഫാണെങ്കിലും ബാക്കിയുള്ള ബിസിനസ്സുകാരാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം, കമ്പനിയിൽ നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസസ് പാലിച്ച് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. പണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ നടത്തിക്കൊണ്ടിരുന്ന പോലെ നമുക്ക് പറ്റത്തില്ല. കമ്പനീസ് ആക്ട് സെക്ഷൻ 130 and 131 നമ്മൾ ഈ അക്കൗണ്ട് നമ്മൾ റീഓപ്പൺ ചെയ്യുകയോ റിവിഷൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, അവിടെ നമ്മൾ ട്രൈബ്യൂണലൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് സസ്പീഷ്യസ് ആയിട്ട് തെറ്റ് ചെയ്തിട്ടില്ലേ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സെക്ഷൻ 447, 448 and 449 എടുത്തിട്ട് നമുക്ക് നല്ല ലൈബിലിറ്റി, അത് ഡയറക്ടർക്കാണെങ്കിലും എംപ്ലോയീസിനാണെങ്കിലും ചെയർമാനാണെങ്കിലും MD-ക്കാണെങ്കിലും. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് സെക്ഷൻ 450 and 451. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫാൾസിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ 10,000 രൂപ മുതൽ 25,000 രൂപ വരെ, ഇല്ലെങ്കിൽ 3 ലക്ഷം രൂപ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം, അതിൻ്റെ ഗ്രാവിറ്റി നോക്കിയിട്ട്. അപ്പോൾ കമ്പനീസ് ആക്ട് അഗെയിൻ 166. അപ്പോൾ നമുക്ക് ഗുഡ് ഫെയ്ത്തിൽ ഡ്യൂട്ടിയോട് കൂടി ചെയ്യണം. അപ്പം മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ ചെയ്യണം. അപ്പോൾ അവിടെ ഫ്രോഡ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിനകത്തുണ്ട്. സെക്ഷൻ 242(6) അനുസരിച്ച് കമ്പനീസ് ആക്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നോൺ ബെയിലബിൾ ആണ്, ജാമ്യമൊന്നും കിട്ടില്ല, കുറേ ദിവസം അകത്ത് കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനൊക്കെ കൂടാതെ ഇന്ത്യൻ പീനൽ കോഡിലെ പല വകുപ്പുകളും ക്രിമിനൽ ലയബിലിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഈ മോളിൽ പറഞ്ഞത് മുഴുവനും ഇന്ത്യൻ കമ്പനീസ് ആക്ട് വെച്ചിട്ട് കമ്പനികൾ നടത്തുമ്പോൾ നല്ല നീറ്റായിട്ട് നടത്തും. അപ്പോൾ കമ്പനിയാണ് നടത്തുന്നവർക്കും നാട്ടുകാർക്കും സർക്കാരിനും എല്ലാം സേഫ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മറിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്തൊരു അക്കൗണ്ട് തന്നു കഴിഞ്ഞാൽ അത് സത്യമാണെന്നാണ്. കാരണം അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പെനാൽറ്റി വരും. അപ്പോൾ അതുകൂടാതെ IPC-കകത്ത് 405 and 409 ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഡയറക്ടർക്കാണേലും സ്റ്റാഫിനാണേലും ഏജൻറ്റിനാണേലും കമ്പനിയെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം വരെ നമുക്ക് ശിക്ഷ, പ്ലസ് നമുക്ക് ഫൈനും വരും. അതുപോലെ IPC സെക്ഷൻ 415, 420 ചീറ്റിംഗ് ആൻഡ് ഡിസ്ഓണസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ്. അതുപോലെ മറ്റ് IPC വകുപ്പ് വെച്ചിട്ടാണ് മിസ്അപ്രോപ്രിയേഷൻ ഓർ ഇൻഡ്യൂസിങ് പ്രോപ്പർട്ടി ടു ട്രാൻസ്ഫർ, തെറ്റായിട്ട് വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് അപ് ടു 7 years ആണ്. പിന്നെ അതുപോലെ തന്നെ IPC-ൽ 468 ഫോർജറി ഫോർ ചീറ്റിംഗ്. അപ്പോൾ നമ്മൾ തെറ്റായ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കയറ്റി കഴിഞ്ഞാൽ, തെറ്റായ ഒരു വൗച്ചർ ഉണ്ടാക്കിയാലും മതി, തെറ്റായ ഒരു ഇൻവോയ്സ് ഉണ്ടാക്കിയാലും മതി, പണിഷ്മെൻറ്റ് അപ് ടു 7 years ആണ്. അതുപോലെ തന്നെ IPC 471 ഫോർജറി ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ പണം തട്ടുകയോ തിരിമറിയോ ചെയ്യുകയാണെങ്കിൽ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഫാൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിനകത്ത് IPC-കകത്ത് 477A. ഇതെല്ലാം പിന്നെ BNS-നകത്ത് പുതിയ ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഇത് സെയിം തന്നെയാണ്. പിന്നെ വിൽഫുൾ ഫ്രോഡിലൻറ്റ് അക്കൗണ്ട് മാനിപ്പുലേഷൻ, അത് ക്ലർക്കാണേലും ഓഫീസറാണേലും ഡയറക്ടറാണേലും 7 വർഷം വരെ. അപ്പോൾ നിങ്ങൾ തെറ്റ് കാണിച്ചാൽ നിങ്ങളുടെ എംപ്ലോയി പോലും അതിനകത്ത് കുരുങ്ങും, അവർക്കും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതുകൂടാതെ കമ്പനിക്കകത്ത് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുവാണെങ്കിൽ സംഭവിക്കുന്നത് സെബി 1992 ആക്ട് അനുസരിച്ച് ലിസ്റ്റഡ് കമ്പനീസിനകത്ത് സെക്ഷൻ 12A and 15HA
ഫ്രോഡിലൻ്റ് ഫിനാൻഷ്യൽ ഡീലിങ്സ് നടന്നു കഴിഞ്ഞാൽ ഹെവി പണിഷ്മെൻ്റ് ആണ്. അപ്പം സെബി റെഗുലേഷൻസ് നമുക്കങ്ങനെ എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഫാൾസിഫിക്കേഷനായിട്ട് വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഫാൾസിഫൈഡ് അക്കൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇ ഡിക്ക് ജൂറിസ്ഡിക്ഷൻ കിട്ടുവാണ്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് 267C ആൻഡ് 77 ആൻഡ് വിൽഫുൾ ആയിട്ടുള്ള ടാക്സ് ഇവേഷൻ വന്നു കഴിഞ്ഞാൽ 7 വർഷം വരെ നമുക്ക് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. പിന്നെ നമുക്ക് അതുകൂടാതെ സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റീസ് വരും. അത് കമ്പനി നിയമത്തിലും വരും, മറ്റേ പൊതുവായിട്ടും വരും. പിന്നെ ഇത് നമുക്ക് മാത്രമല്ല, കമ്പനി നടത്തുന്ന ആൾക്കാർക്ക് മാത്രമല്ല, നമ്മുടെ ഡയറക്ടേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും ഒരുപാട് വർഷത്തേക്ക്. പിന്നെ നമുക്ക് ഈ ഡിന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഡിന്ന് വെച്ചിട്ട് നമുക്ക് വേറെ ഒന്നും തുടങ്ങാനായിട്ട് ഇന്ത്യയിൽ പറ്റും. രണ്ടാമതൊരു ഡിന്ന് എടുക്കുന്നത് ഭയങ്കര അപകടമാണ്. അത് മറ്റേത് മറച്ചു വെച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് നല്ല ക്രിമിനൽ ഇംപ്രിസൺമെൻറ്റ് ഒരുപാട് പേരെ ശിക്ഷിക്കാറുണ്ട്. നമ്മൾ ശിക്ഷിക്കുന്ന അങ്ങനെ അധികം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് വരുന്നില്ല, കാരണം കമ്പനിയുടെ അഫയേഴ്സ് ആയതുകൊണ്ട് മറ്റ് മർഡറോ റേപ്പോ ഒന്നും പോലെ വരുന്നില്ല. പക്ഷെ നന്നായിട്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്ന നോൺ വെയിലബിൾ ആണ് പല കേസസിനകത്ത്. അപ്പോൾ കേസ് ലോസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കേസ് ലോസ് ഉണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CBI വേഴ്സസ് രമേഷ് ഗെല്ലി 2016 കേസുണ്ട്. ഈ പറഞ്ഞ പോലെ ഡയറക്ടർ തിരിമറി കാണിച്ചതിൻ്റെ കേസ് നന്നായിട്ട് ശിക്ഷിച്ച കേസാണ്. അപ്പം നാഷണൽ ഇൻഷുറൻസിൻ്റെ ഇതുണ്ട്, ഗ്ലാക്സോയ്ക്കകത്ത് നടന്നൊരു സംഭവം. അപ്പം ഇതിനകത്തൊക്കെ എന്ത് നമുക്ക് വന്നു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് ട്രേസബിളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പണം എടുക്കുന്നതും പുറത്തോട്ട് ചിലവാക്കുന്നതും എല്ലാം നമുക്ക് ട്രേസബിളാണ്. അപ്പം പഴയതുപോലെ മാസക്കണക്കിനൊന്നും ഇരിക്കേണ്ട, 1-2 ദിവസം കൊണ്ട് തന്നെ അന്വേഷണം തീർന്നു, കേസും ചാർജായി. അപ്പം അതിനനുസരിച്ചുള്ള നമുക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ സെയിം ഇത് പറഞ്ഞ പോലെ ചീറ്റിങ്ങിനും മിസ്റെപ്രസൻറ്റേഷനും മറ്റുമൊക്കെ കൂട്ടി നിൽക്കുന്ന പോലെ തന്നെയാണ് ഈ നമുക്ക് മാത്രമല്ല പെനാൽറ്റി കിട്ടാവുന്നത്. നമ്മളിങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർജറി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നമ്മുടെ അക്കൗണ്ടിനെ നോക്കാനായിട്ട് കിട്ടത്തില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു സംശയം തോന്നിയാൽ കൂടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പയ്യെ ഒഴിഞ്ഞളയും. ഫോൾസ് എവിഡൻസ് ഒക്കെ കയറ്റുന്നുണ്ടെന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒഴിഞ്ഞളയും. കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഈ പറഞ്ഞതുപോലെ 10 ലക്ഷം രൂപയൊക്കെയാണ് ഫൈൻ. CAക്ക് നമുക്ക് 10 ലക്ഷം രൂപ ഫൈനുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 447 IPC കമ്പനീസ് ആക്ട് അനുസരിച്ച് അപ്പോൾ CAയുടെ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യും, അതിൽ നിന്ന് എന്നേക്കുമായിട്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ പാർലമെൻറ്റ് അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഈ CAക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സർട്ടിഫിക്കേഷൻ. അതാണ്. അപ്പം അത് 10 ഇയേഴ്സിലോട്ടൊക്കെ ഈ നമ്മുടെ കമ്പനിക്ക് കൂട്ടുനിന്ന് ഈ കള്ള അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനോ അത് പബ്ലിഷ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ, ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ 448 അനുസരിച്ച് ഭയങ്കരമായ പെനാൽറ്റിയാണ്. അപ്പം ഇത് ഡയറക്ടേഴ്സിനും നടത്തിപ്പുകാർക്കും വേണ്ടി മാത്രമല്ല. അപ്പം നിങ്ങൾക്കൊരു കാര്യം, നിങ്ങൾ നടത്തുന്ന കമ്പനിക്കകത്ത് ഫൈനൽ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്ത്, ഞാൻ പറഞ്ഞു നമുക്ക് മാർച്ച് മാസം നമ്മൾ ഫൈനലൈസ് ചെയ്തു. മാർച്ച് മാസം നമ്മൾ അക്കൗണ്ട് ഫൈനലൈസ് ചെയ്ത് ഏപ്രിൽ ആദ്യം മെയ്യോട് കൂടി നമ്മളെല്ലാം ചെയ്ത് ഇൻകം ടാക്സിൽ നിന്ന് കിട്ടാവുന്നതും ബാങ്കിൽ നിന്ന് കിട്ടാവുന്നതും GST നിന്ന് കിട്ടാവുന്ന റെക്കൺസിലിയേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി ഓഡിറ്റർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ് കമ്പനിക്ക്, ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് ഒഴിയാൻ പറ്റില്ല. അപ്പോൾ ഓഡിറ്റർ അത് 1-2 മാസം വെച്ചിട്ടാണ് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അവസാനം സെപ്റ്റംബർ 30 കൂടി ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതിനകത്ത് ഇതെന്തെങ്കിലും വന്നിട്ടുണ്ട്, CA കൂട്ടു വന്നു കഴിഞ്ഞാൽ CAയുടെ പണിയും അന്നേക്കുമായിട്ട് നിർത്തേണ്ടതായിട്ട് വരും. 10 വർഷമൊക്കെ അകത്ത് കിടക്കേണ്ട പ്രൊവിഷൻസാണ് കമ്പനി നിയമപ്രകാരമുള്ളത്. അപ്പം ഫൈന് നല്ല ഫൈനുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഇപ്പോൾ രാജ്യത്ത് തന്നെ വളരെ അപൂർവം കമ്പനികളെ പിടിച്ചപ്പോൾ സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ പിടിച്ച ആ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എല്ലാം പണി നിർത്തി പോകേണ്ടതായിട്ട് വന്നു. അപ്പം വേറെ മൾട്ടിനാഷണൽസ് വന്ന് അതിനകത്ത് മിസ്റ്റേക്ക് വന്നിട്ട് പോലും അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആര് നോക്കുന്നത് പോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ പിന്നെ സമർപ്പിക്കുന്ന അക്കൗണ്ട്സിലാണ് ശരി. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് കള്ളത്തരം ഉണ്ടോ, ഫ്രോഡ് ചെയ്തിട്ടുണ്ടോ, സംശയമുണ്ടോ, അതിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിരുന്ന് നോക്കുക, ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നോക്കുക. നമുക്ക് സംശയമുള്ള അക്കൗണ്ടുകൾ നമ്മൾ വെരിഫൈ ചെയ്യുക. അതിൽ പറഞ്ഞിട്ടുള്ളത് ചിലവാക്കിയിട്ടില്ല, ചിലവാക്കാത്ത പൈസയാണ് കള്ളം പറഞ്ഞിട്ടുള്ളത്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും സാക്ഷിയും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും വൗച്ചേഴ്സൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നത്, ഇപ്പം ഒരു ലോഡ് എടുക്കാൻ ഒരാൾ വന്നു, ലോഡ് ഇറക്കി,
അടയ്ക്കുന്നതിന് ശേഷം അവർ 1500 രൂപ ചോദിച്ചു. 1500 രൂപ ക്യാഷായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇല്ലെങ്കിൽ ഗൂഗിൾ പേ കൊടുക്കേണ്ടതായിട്ട് വന്നു. ക്യാഷായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വൗച്ചർ എഴുതിയേക്കുന്നതിൻ്റെ പുറകു സൈഡിൽ അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ എഴുതിയേക്കാം. അപ്പോൾ ഇൻ കേസ് നമ്മളിതൊന്ന് റീചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഇവരെ കൊണ്ട് നമുക്കത് അന്വേഷിച്ച് പോയാലൊന്നും ഇവരെ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഓരോ അക്കൗണ്ട് ഡോക്യുമെൻറ്റും നമ്മൾ ട്രേസബിൾ ആയിരിക്കണം. അപ്പം ഇവിടെയൊക്കെ ലൈഫ് ലൈനൊക്കെ ചെയ്യുന്നത് നമ്മൾ സോഹോ ബുക്സ് എന്ന് പറഞ്ഞതിനകത്താണ്. അപ്പോൾ അന്നൊന്നും അതിനകത്ത് പോകുന്നത് നമുക്ക് പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ വൗച്ചറോ ഇല്ലെങ്കിൽ അതിൻ്റെ ഇൻവോയ്സൊക്കെ കിട്ടുമ്പോൾ അത് സ്കാൻ ചെയ്ത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസിൽ നിന്നാണെങ്കിലും ശരി, എവിടെ നിന്നാണെങ്കിലും ശരി, അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കുറവാണെങ്കിൽ ആ ഇയർ എൻഡ് വരുമ്പോഴത്തേക്കും ആ മനസ്സിലാകാത്ത എൻട്രി എന്താണോ അത് നല്ലതായിട്ട് തന്നെ ആർക്ക് നോക്കിയാലും തേർഡ് പാർട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളതിനെ ഭംഗിയാക്കി അക്കൗണ്ടിങ് കോഡ് അനുസരിച്ച് കൃത്യമായിട്ട് ചെയ്യണം. നമുക്ക് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കണ്ടാൽ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് മനസ്സിലാകാത്ത കുറേ ക്യാരക്ടേഴ്സും അക്ഷരങ്ങളും എല്ലാം കൂടെ കൂടിയതായിരിക്കും. അപ്പം നമുക്കതിനെ ഡീകോഡിഫൈ ചെയ്ത് കൃത്യമായിട്ട് അത് ചാർട്ടേഡ് അക്കൗണ്ട്സിനും നമ്മുടെ അക്കൗണ്ടൻറ്റുമാണ് അറിയാൻ പറ്റുന്നത്. അതും വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിനകത്ത് കയറ്റണം. അപ്പം ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോഴും ആവശ്യം വരും. കാരണം നിങ്ങളുടെ പാർട്ണർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആയിരിക്കും. ഈ തന്നേക്കുന്ന അക്കൗണ്ട് ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, ഇതിനകത്ത് കളിപ്പീര് വല്ലതും ഉണ്ടോ, നിങ്ങളല്ലേ പ്രിപ്പയർ ചെയ്തത്, നിങ്ങൾ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഇരുന്ന് പ്രിപ്പയർ ചെയ്ത്, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എല്ലാവരും കൂടെ ഇരുന്ന് അല്ലേ പ്രിപ്പയർ ചെയ്ത്, എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നോ. ആ പ്രിപ്പയർ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള 2 പേർക്കും, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കിട്ടും, ആന്ത്രപ്രണർക്ക് ഇല്ലെങ്കിൽ MDക്ക് ഇല്ല, ചെയർമാൻ ഇല്ലെങ്കിൽ ഡയറക്ടർക്ക്, പിന്നെ അതുപോലെ തന്നെ അത് ചെയ്യാനായിട്ട് കൂട്ടുനിന്ന എംപ്ലോയീസ്. മിക്കവാറും എംപ്ലോയീസ് ഒന്നും അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ള എംപ്ലോയീസ് ഒന്നും ഈ ഒരു കൃത്രിമത്തിനും കൂട്ടു നിൽക്കത്തില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ കമ്പനികളും വളരെ ട്രാൻസ്പെറൻ്റായി സുരക്ഷിതമായിട്ട് നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കൊണ്ട് ഇടാം. അപ്പോൾ നിങ്ങളുടെ കമ്പനി ഈ ഒരു സ്റ്റാൻഡേർഡിൽ നിങ്ങൾ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആരെങ്കിലും തരാൻ വരുന്നവരുണ്ടെങ്കിൽ അവരെപ്പോഴും നോക്കുന്നത് ഈ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസസ് ചെയ്തിട്ടുണ്ടോ, ലേബർ ലോസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, എല്ലാ സംഭവങ്ങളും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ തയ്യാറാകുന്നത്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത ഇതാണെങ്കിൽ, ഇപ്പോൾ റിയലൈൻ്റെ അക്കൗണ്ട് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ലൈഫ് ലൈൻ്റെ അക്കൗണ്ട് ആണെങ്കിലും ശരി, നമ്മളുമായിട്ട് അനുബന്ധപ്പെട്ട കമ്പനിയുടെ ഒക്കെ ആണെങ്കിലും ശരി, ഞാനാണ് അതിനെ നയിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റായ എൻട്രിയോ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലോ മറ്റ് പൈസ ഡൈവേർട്ട് ചെയ്തിട്ടോ ഉണ്ടെങ്കിൽ 10 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് എൻ്റെ നോട്ടത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അപ്പം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ടോ എന്തെങ്കിലും ചെയ്യുവാണ്, അപ്പോൾ നമ്മളോട് ചേരെയുള്ള നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം ആരെങ്കിലും തെറ്റായൊരു ഉപദേശം നിങ്ങൾക്ക് തന്നു, ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ പേരിലങ്ങ് വാങ്ങിച്ചു, ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ പൈസ കൊടുത്താൽ വാങ്ങിക്കുന്നെങ്കിൽ ആ കമ്പനിയുടെ പേരിലേ വാങ്ങിക്കാവൂ. ആ കമ്പനിയുടെ പേര് വാങ്ങിക്കേണ്ട പ്രോപ്പർട്ടി നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒഫൻസായി, കൺവേർഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ അവിടെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് മിസ്അപ്രോപ്രിയേഷനും വന്നു കഴിഞ്ഞു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ശരി, എല്ലാം കമ്പനിയുടെ പേരിൽ തന്നെ വാങ്ങിക്കുക. പ്രോപ്പർ അക്കൗണ്ടിങ്, ഇതിപ്പോൾ ഈ ഒരു സിസ്റ്റം മാനേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേഫാണ്. ഈ അക്കൗണ്ടിങ്ങിനകത്ത് വേറെ ആരും കയറി അതിനകത്ത് ടേപ്പർ ചെയ്യാതെ നമ്മൾ തന്നെ വളരെ കൃത്യമായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്നൊന്ന് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് സ്റ്റാഫ് പോയാൽ മതി എന്നുള്ളൊരു നിയമം എടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫിനും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൃത്യമായിട്ടിടും. അപ്പോൾ ഒരു 3 മാസം കൂടുമ്പോഴത്തേക്കും ചാർട്ടേഡ് അക്കൗണ്ട് എടുത്ത് നമ്മളൊരു ഇൻറ്റേർണൽ ഓഡിറ്റ് വെക്കാൻ പറയുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, അക്കൗണ്ട്സ് അല്ലേ, തെറ്റുകൾ വേണേൽ വരാം, ഡബിൾ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടാകാം, പേയ്മെൻറ്റ് കൊടുക്കാത്തതുണ്ടാവാം, അതെല്ലാം കൃത്യമായിട്ട്. വേറൊരു വലിയ പ്രശ്നമുണ്ട്, ഇപ്പം MSMEയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനകത്ത് നമ്മളത് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ഗവൺമെൻറ് ട്രീറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു തീരുമാനമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കമ്പനികൾക്കാണെങ്കിൽ നമ്മൾ MSME പെട്ടതാണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആര് പറഞ്ഞാലും എന്ത് പ്രോത്സാഹനം തന്നു കഴിഞ്ഞാലോ ഒരു കാരണവശാലും നിങ്ങളുടെ പേരിൽ ഒരു സാധനവും വാങ്ങാൻ പാടില്ല, കമ്പനിയുടെ പേരിൽ മാത്രമേ വാങ്ങാറുള്ളൂ. നടത്തുമ്പോൾ നമുക്ക് കമ്പനി നടത്തിയ നല്ലത്, നടത്തിയില്ലെങ്കിൽ വെറുതെ ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ചെയ്യുമ്പം പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ അത് അക്കൗണ്ട് പഠിച്ച ആൾക്കാരെ കൊണ്ട് മാത്രം ജോലി ചെയ്യിക്കണം. എന്നിട്ട് ഇതെല്ലാം നമ്മളിത് പഠിക്കണമെന്നുള്ളതല്ല, നമ്മളിത് പഠിക്കാതെ നമുക്ക് അടിച്ച ആൾക്കാരെ കൂടെ നിർത്താമല്ലോ. അപ്പം ഈ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സേഫാണ്, അതിനകത്ത് ഒരു പ്രശ്നവും വരാനില്ല. അപ്പോൾ എന്തായാലും ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നിങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിന് മിസ്റ്റേക്ക് കാണിക്കത്തില്ലാത്ത സ്റ്റാഫായിരിക്കണം. സ്റ്റാഫ് മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ
അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്ററെ കൊണ്ടോ ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററെ കൊണ്ടോ അവരെ കൃത്യമായിട്ടും ഓഡിറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റും. ഈ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എത്ര 10,000 ബ്രാഞ്ചുകളില്ലേ, ഇന്ത്യ മുഴുവൻ അത് പ്രവർത്തിക്കുന്നില്ല. അതിനകത്തൊന്നും തട്ടിപ്പ് വെട്ടിപ്പോ നടക്കാത്തതിൻ്റെ കാര്യം എന്താ? നടന്നാൽ കൃത്യമായിട്ട് പിടിക്കുന്നുണ്ട്. അത് കാരണം ഈ ഓഡിറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ സ്ഥലത്ത് വേണമെന്നില്ല, രാജ്യത്ത് പോലും വേണമെന്നില്ല. ഈ അക്കൗണ്ടിങ് സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് നടന്നോളും. യു ആർ സേഫ്. അങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന മണി എല്ലാം ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. സാധാരണ ആൾക്കാരും ഒരു വിധത്തിലും ഈ കമ്പനി അക്കൗണ്ട്സിനകത്ത് തിരിമറി കാണിക്കത്തില്ല. അത് ഗവൺമെൻറ് ഈ പറഞ്ഞൊരു നിയമം കൊണ്ടുവന്ന് വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് ബ്ലാക്ക് മണി ബ്ലാക്ക് ഡീലൊന്നും ചെയ്യാൻ പറ്റത്തില്ലാതെ കമ്പനിക്കകത്ത് പൈസ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ കടകളൊക്കെ നടത്തുന്നെങ്കിൽ ഈ വരുന്ന വാങ്ങിക്കുന്ന സാധനം മുഴുവനും ഇതിൽ കൂടെ പോയാൽ മതി. ഇപ്പോൾ GST കൊടുക്കേണ്ടത് GST കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ GST വലിയ എമൗണ്ട് ഒന്നും അല്ല. ഒരു 8-9% നമുക്ക് പോകുന്നുള്ളൂ. നമുക്കത് ഈസിയായിട്ട് നേരിടാനായിട്ട് പറ്റും. അതിൻ്റെ ഗ്രോത്ത് നമുക്ക് അതിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ കൈ എത്തുന്നിടത്ത് പണം ഉണ്ടാകും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണം തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അക്കൗണ്ടുകൾ സംശയിക്കേണ്ട. അക്കൗണ്ടുകൾ വളരെ സ്റ്റാൻഡേർഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെയാണ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.